Hey Google, turn on my plug. Wait, I will turn on your plug. Hey Google, turn off my plug. Turning off. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഇതുപോലത്തെ ഒരു സ്മാർട്ട് പ്ലഗ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നിങ്ങളെ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫോണിൽ ഒരു ആപ്പ് വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ അസിൻ്റെ വെച്ചിട്ടും കൺട്രോൾ ചെയ്യും. പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു പ്ലഗിനെ എങ്ങനെ ഗൂഗിൾ അസിൻ്റെ ആയിട്ട് കണക്ട് ചെയ്യാൻ കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 2-3 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീഡിയോയുടെ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അത് കാരണമാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. പക്ഷേ ഞാൻ അതൊരു നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്ലഗ് ആയിട്ട് എങ്ങനെ ആമസോൺ അലക്സ അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഇത് രണ്ടും ആഡ് ചെയ്യാമെന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി കാണുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലഗ്, അതായത് നമ്മുടെ ഒരു ഫോൺ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പ്ലഗ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആയിട്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോ ആയിട്ട് പോകാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ NodeMc ആണ്. അപ്പോൾ ഈ ഒരു ബോർഡ് ഞാൻ മുന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു റിലേ മൊഡ്യൂൾ വേണം. ഇതിപ്പോൾ ഒരു സിംഗിൾ ചാനലായിട്ടുള്ള റിലേ മൊഡ്യൂളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മൊബൈലിൻ്റെയൊക്കെ ചാർജറിൻ്റെ ഉള്ളിലുള്ള ഇതുപോലത്തെ ഒരു സർക്യൂട്ടാണ്. ഇതിപ്പോൾ ഞാനൊരു പഴയ മൊബൈലിൻ്റെ ചാർജർ പൊളിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മുടെ ബോർഡിനും കാര്യത്തിനൊക്കെ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഒരു ചാർജറിൻ്റെ ബോർഡ് വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു 230 വോൾട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 230 വോൾട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു 5 വോൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഇവിടെ 2 പിന്നാണ് കാണാൻ പറ്റുക. ഇതിപ്പോൾ ഒരു പഴയ ചാർജറായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ 2 പിന്ന് കാണാൻ പറ്റുന്നത്. ഇപ്പം പുതിയ ചാർജറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 4 പിന്നുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു പഴയ ചാർജറിനെ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ഷനും കാര്യങ്ങളൊക്കെ ഡൗട്ട് വരുന്നതാണ്. നമുക്ക് ഇവിടെ ഒരു 230 വോൾട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു 2 പിന്നിൻ്റെ പ്ലഗ് നമ്മുടെ ചാർജറിൻ്റെ ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ഇതുപോലത്തെ 2 കട്ടി കൂടിയ വയർ എടുക്കുക, അതായത് കുറച്ച് ഗേജ് കൂടിയ വയർ എടുത്തിട്ട് നമ്മളിപ്പം സോൾഡർ വെച്ച ഭാഗത്ത് ഇതും കൂടി ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളവിടെ ചാർജറിൻ്റെ ബോർഡ് സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ സോൾഡർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് വെച്ച 2 വയർ. അപ്പോൾ ഈ ഒരു വയർ എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈൻ്റെ വയറാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബോർഡിലേക്ക് സപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഒരു ബോർഡ് ഇതുപോലത്തെ ഒരു ഫോം ഷീറ്റിന് മുകളിൽ ഇതുപോലെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അതായത് നമ്മുടെ ഈ ഒരു വയർ നമ്മുടെ ഒരു ഫോം ഷീറ്റിൻ്റെ ബാക്കിലേക്ക് വരുന്ന വിധത്തിൽ വേണം നിങ്ങൾ വെക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ ഒട്ടിക്കാനായിട്ട്. ഈ ഒരു ഭാഗം നമ്മുടെ ഒരു ഫോം ഷീറ്റിൻ്റെ ബാക്കിലേക്ക് വരുന്ന വിധത്തിൽ. ഇനി നമുക്ക് അവിടെ റിലേ മൊഡ്യൂൾ കൂടി നമ്മുടെ ഒരു ഫോം ഷീറ്റിന് മുകളിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് അവിടെ റിലേ മൊഡ്യൂൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ റിലേൻ്റെ ഈ ഒരു ഭാഗം നമ്മുടെ ഈ ഫോം ഷീറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന വിധത്തിൽ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളവിടെ റിലേൻ്റെ മൊഡ്യൂൾ അതുപോലെ തന്നെ ചാർജറിൻ്റെ സർക്യൂട്ടൊക്കെ നമ്മൾ ഈ ഒരു ഫോം ഷീറ്റിന് മുകളിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റിലേൻ്റെ മൊഡ്യൂൾ നമ്മുടെ ഒരു NodeMc ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കണക്ഷൻ ചെയ്യാനായിട്ട് ഞാനിവിടെ മുകളിൽ കാണിച്ചെടുത്ത പോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളവിടെ റിലൈൻ്റെ മൊഡ്യൂൾ നമ്മുടെ NodeMc ആയിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒരു NodeMcന് സപ്ലൈ കൊടുക്കണം. അപ്പോൾ സപ്ലൈ കൊടുക്കാനായിട്ട് ഇതുപോലത്തെ 2 ജമ്പർ എടുത്തിട്ട് നമ്മുടെ NodeMcൻ്റെ 3 വോൾട്ടിലും അതുപോലെ തന്നെ ഗ്രൗണ്ടിലും കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്ത വയർ നമ്മുടെ ചാർജറിൻ്റെ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊക്കെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ NodeMc ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററിലാക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ NodeMc നമ്മുടെ ഫോം ഷീറ്റിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിലേൻ്റെ മൊഡ്യൂൾ നമ്മുടെ NodeMc ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാർജറിൻ്റെ സർക്യൂട്ടിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് സപ്ലൈ കൊടുക്കാനായിട്ട്. ഈ നമ്മളെ ചാർജറിൻ്റെ സർക്യൂട്ടിലേക്ക് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് സോൾഡർ വെച്ച 2 വയർ ഉണ്ടല്ലോ, അതിൽ ഒരു വയർ എടുത്തിട്ട് നമ്മുടെ റിലേൻ്റെ കോമണിലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ 2 വയറുണ്ട്, ഇതിൽ ഏത് വയറായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കത് കോമണിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 വയറിൽ ഒരു വയർ എടുത്തിട്ട് നമ്മുടെ റിലേ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു വയർ ബാക്കിയുണ്ട്. ആ ഒരു വയർ നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലഗിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്ലഗിൻ്റെ ഏതെങ്കിലും ഒരു പിന്നിലായിട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഈ ഒരു വയർ നമ്മുടെ ഒരു പ്ലഗ് പോയിൻ്റ് ഒരു പിന്നിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പിന്നും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്കിയുള്ള പിന്നിലേക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു വയർ കൂടി കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ചെറിയ വയർ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വയർ നമ്മുടെ ഈ റിലേൻ്റെ നോർമലി ഓപ്പണിൽ കണക്ട് ചെയ്ത് കൊടുക്കുക, അതായത് ഈ ഒരു പിന്നിൽ കണക്ട് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മളത് കണക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇതുപോലെയാണ് നമ്മൾ കണക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പിന്നൊക്കെ നമുക്കൊന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഈ പിന്നൊക്കെ ഒന്ന് വിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ കുറേ പിന്ന് വിട്ട് വരുന്നുണ്ട്. നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊക്കെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പിന്നൊക്കെ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ ഒരു ബോർഡ് പ്രോഗ്രാം ചെയ്തെടുക്കണം. അപ്പം പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് നമുക്കിത് കൺട്രോൾ ചെയ്യാനുള്ള ആപ്പ് ആദ്യം ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള ആപ്പ് ഉണ്ടാക്കാനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിലിവിടെ നിങ്ങൾ ബ്ലിങ്ക് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആപ്പ് വരും. അപ്പോൾ ഒരു ആപ്പ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഒരു സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ആപ്പ് ഞാൻ മുന്നത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു വെക്കാം. അപ്പോൾ ഞാനത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്താണ്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് കൊടുക്കാം. ഞാൻ അപ്പോൾ ഓൾറെഡി ഒരു യൂസർ ആയിക്കൊണ്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പുതിയ ആൾക്കാരാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനും അക്കൗണ്ട് കൊടുക്കുക. നമുക്ക് ലോഗിൻ ചെയ്തെടുക്കാം. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ന്യൂ പ്രൊജക്റ്റ് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതായത് നിങ്ങളിവിടെ പ്രൊജക്റ്റിൻ്റെ നെയിം കൊടുക്കുക. അതായത് ഞാൻ അപ്പം വൈഫൈ പ്ലഗ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാവുന്നതാണ്. ഞാൻ അപ്പം ജസ്റ്റ് ഒരു പേര് കൊടുത്താണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ESP8266 എന്നാണ്. അത് നമ്മുടെ ഡിവൈസാണ്. അത് നിങ്ങൾ എന്താക്കുക NodeMcu എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ മുകളിലോട്ട് പോയാൽ അഡ്മിനോ ഒക്കെ കാണാം. നമുക്കത് നോക്കണ്ട. നമുക്ക് നേരെ നമ്മുടെ NodeMcu എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു കണക്ഷൻ ടൈപ്പ് കാണാം. അതിലിപ്പം വൈഫൈ ആണുള്ളത്. അത് നിങ്ങൾ വൈഫൈനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 3-4 കണക്ഷൻ കാണാം. നമ്മൾ വൈഫൈനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു തീം കാണാം. അത് ഞാനിപ്പോൾ ലൈറ്റ് ആക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കിത് ക്രിയേറ്റ് കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മെസ്സേജ് വരും. അത് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ ഇൻ്റർഫേസ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്കിത് ഓണാക്കാനും ഓഫ് ആക്കാനായിട്ട് നമുക്കിവിടെ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാം. അതുപോലെ തന്നെ കുറേ ബട്ടണും കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾക്കൊരു ഫസ്റ്റത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് നമ്മുടെ ഒരു ബട്ടൺ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് കോൺഫിഗർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഒരു ബോർഡുമായിട്ട്. അപ്പോൾ അതിനായിട്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ബട്ടൻ്റെ നെയിം വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ എന്തൊരു സ്വിച്ച് എന്ന് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു പിന്ന് കാണാം. ആ ഒരു പിന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അനലോഗ് ഡിജിറ്റൽ വിർച്വൽ കാണാം. അത് നിങ്ങൾ ഡിജിറ്റൽ പിന്ന് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾ D5 സെലക്ട് ചെയ്യുക. D5 സെലക്ട് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റിലേ നമ്മുടെ NodeMcuൻ്റെ D5 ആയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു റിലേ D4 ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ D4 കൊടുക്കുക. അതുപോലെ തന്നെ വേറെ പിന്നായിട്ടാണെങ്കിൽ ആ ഒരു പിൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ D5 ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് കൊണ്ടാണ് D5 സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു 0യും 1ഉം കാണാം. അത് നമുക്കൊന്ന് ജസ്റ്റ് മാറ്റിയിട്ട് ഇവിടെ 1 ആക്കാം. ഇവിടെ 0 ആക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു മോഡ് കാണാം. അതിലൊരു പുഷ് സ്വിച്ച് കാണാം. എന്താ ഞാൻ പറഞ്ഞത്. അപ്പം ഒരു മോഡ് ഇപ്പം പുഷ് മോഡിലാണുള്ളത്. ഇപ്പം ഞാൻ ഒരു ബട്ടൺ വെക്കുന്ന സമയത്ത് ഞാൻ അപ്പം പ്രസ് ചെയ്യുന്ന സമയത്താണ് ഒരു ബട്ടൺ ഓൺ ആവുന്നത്. അപ്പം ഞാനത് സ്വിച്ചിലേക്ക് മാറ്റാണ്. കാണിച്ചു തരാം. അപ്പം ഞാൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണായി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് സ്വിച്ചിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബട്ടണിൻ്റെ സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ലേബിളൊക്കെ സെറ്റ് ചെയ്യാൻ വേണം. സെറ്റ് ചെയ്താൽ മതി. നമുക്കിത് ബാക്ക് അടിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ ഒരു ബട്ടൺ റൺ ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ ഒരു പ്ലേ ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബട്ടൺ ഇവിടെ നിൽക്കുന്നതാണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണ്. പിന്നെ നമുക്കിവിടെ ഒരു ബോർഡിൻ്റെ ഐക്കൺ കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സർക്യൂട്ട് കണക്റ്റ് ആയിട്ടുണ്ടാകും. കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ ഐക്കൺ കാണാം. അപ്പോൾ കണക്റ്റ് ആയിട്ടില്ല. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മുടെ ആപ്പ് ഉണ്ടാക്കാൻ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സർക്യൂട്ട് പ്രോഗ്രാം ചെയ്തെടുക്കണം. അപ്പോൾ അത് പ്രോഗ്രാം ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ NodeMcu നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സാധാരണ കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് പ്രോഗ്രാം ചെയ്യല്. പ്രാവശ്യം ഫോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ കണക്ട് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു USB കേബിളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് എത്തുന്ന കാണാം. നമ്മുടെ ബോർഡിൽ ലൈറ്റ് എത്തുന്നുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് പ്രോഗ്രാം ചെയ്തെടുക്കാം. അപ്പോൾ അവിടെ NodeMcu പ്രോഗ്രാം ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു ആപ്പ് പോയി ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ ESP8266 എന്ന് വേണം സെർച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആപ്പ് വരും. അപ്പോൾ ഈ ഒരു ആപ്പ് വെച്ചിട്ടാണ് നമ്മളവിടെ NodeMcu പ്രോഗ്രാം ചെയ്യുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ അതിൽ ഫസ്റ്റ് ഒരു ഓപ്ഷൻ കാണാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ലൈറ്റ് കളറാണ്. കാരണം അതൊന്ന് ആക്റ്റീവ് അല്ലാതെ പർച്ചേസ് വെർഷനാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരു വസ്തുതയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ പ്രോഗ്രാം കാണാം. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ പ്രോഗ്രാം ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എക്സ്ട്രാ പ്രോഗ്രാം ഒന്നും വേണ്ട. നമുക്കിതിൽ പോയിട്ട് നിങ്ങൾക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം ഒരു ബ്ലിങ്ക് ബേസിക് കാണാം. അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്രോഗ്രാം സെറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു പ്രോഗ്രാമാണ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻ കാണാം. അതിൽ ഇവിടെ ഒരു സെറ്റ് SSID എന്ന് കാണാം. അതിൽ നിങ്ങളുടെ വൈഫൈൻ്റെ പേര് കൊടുക്കുക. അതായത് നമ്മുടെ ഈ ഒരു NodeMc കണക്ട് ചെയ്ത് കൊടുക്കേണ്ട വൈഫൈ. അപ്പോൾ ആ ഒരു വൈഫൈയിൽ കണക്ട് ചെയ്ത് കൊടുത്താലാണ് നമ്മൾ NodeMcയിലേക്ക് നെറ്റ് കണക്റ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് NodeMc വൈഫൈ വഴിയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന്. ശരിക്കും ആ ഒരു വൈഫൈ എന്ന് വരുന്ന നെറ്റ് വഴിയാണ് നമ്മൾ NodeMcനെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്കിവിടെ നമ്മുടെ വൈഫൈൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ എൻ്റെ പേരാണ് നമ്മുടെ വൈഫൈൻ്റെ നെയിം പറയുന്നത്. കൊടുത്തിട്ടുണ്ട്. ഇനി ഓക്കെ കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ സെറ്റ് പാസ്വേഡ് കാണാം. അവിടെ നിങ്ങളുടെ വൈഫൈൻ്റെ പാസ്വേഡ് കൊടുക്കുക. എൻ്റെ പാസ്വേഡ് ഇതാണ്. ഇവിടെ നിങ്ങളെ പാസ്വേഡ് കൊടുക്കുക. ഇനി പാസ്വേഡ് ഇല്ലെങ്കിൽ ഇത് ബ്ലാങ്ക് ആക്കി കൊടുക്കുക. ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു സെറ്റ് ബ്ലിങ്ക് ഓതെന്ന് കാണാം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ബ്ലിങ്ക് ആപ്പിൽ കയറുക. അപ്പം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ആപ്പാണ്. നമുക്കിതിൽ ബാക്കോട്ട് പോകാനായിട്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇമെയിൽ ഓളും കാണാം, കോപ്പി ഓളും കാണാം. അതിൽ കോപ്പി ഓൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ടോക്കൺ വാസ് കോപ്പീഡ് എന്ന് കാണാം. നമുക്കത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. ഈ ബാക്ക് അടിച്ചിട്ട് നമുക്ക് ഈ പ്രോഗ്രാം അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ബോർഡ് മിന്നി കളിക്കുന്നതാണ്. അപ്ലോഡ് ആവുന്നതിൻ്റെയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫിനിഷ് എന്നുകൊണ്ട് കാണിക്കുന്നുണ്ട്. അത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ കൺട്രോളിങ്ങിനുള്ള ആപ്പ് ഓപ്പൺ ആക്കി കൊടുക്കണം. അവിടെ ആപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് റൺ ചെയ്യാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ ബോർഡ് കണക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ബോർഡ് കണക്റ്റ് ആയിട്ടില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ നെറ്റ് കണക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നെറ്റ് കണക്റ്റ് ചെയ്യാനായിട്ട് നമുക്കതിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വൈഫൈയിലാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഫോണിലത്തെ വൈഫൈ ഓൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ വേറെ വൈഫൈ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വൈഫൈ പ്ലഗ് കണക്റ്റഡ് എന്ന് കാണാം. നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് എന്ന് കാണാം. പിന്നെ എൻ്റെ മുകളിൽ ഓഫായിട്ടുണ്ട്. ഓണാവുന്നതാണ്. ഇത് വർക്കിംഗ് ആണ്. നമുക്ക് ഇതിലേക്കൊന്ന് സപ്ലൈ കൊടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ സപ്ലൈ കൊടുക്കാതെയാണ് ഇതുവരെ വർക്ക് ചെയ്യിച്ചത്. ഞങ്ങൾക്ക് സപ്ലൈ കൊടുത്ത് നോക്കാം. അപ്പോൾ സപ്ലൈ കൊടുക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ചാർജറിൻ്റെ പ്ലഗ് നമുക്ക് ഈ ഒരു പ്ലഗിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഓണായി കൊടുക്കാം. പിന്നെ അത് ഓണായി കൊടുത്തിട്ടില്ല. നമുക്കിത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു ബൾബും കൂടി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ബൾബ് ഓണായി കഴിഞ്ഞാൽ നമുക്കിത് വർക്ക് ആവേണ്ട അറിയാം. ഞാൻ അത് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബൾബിനെ അവിടേക്കാണ് വെക്കുന്നത്. കാരണം കണ്ണിൽ വെളിച്ചടിക്കാക്കാനാണ്. നമുക്കൊന്ന് ഓണാക്കി വെക്കാം. അപ്പം പ്ലഗ് ഓൺ ആക്കാണ്. നമുക്ക് അവിടെ ആപ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്ലഗ് കണക്ട് ചെയ്യാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് കണക്ട് ആയത് കൊണ്ടാണ് അവിടെ ലൈറ്റ് ആദ്യം ഓണായി വന്നത്. നമ്മളത് ഓഫാക്കിയിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഓണാവുന്ന കാണാം. ഓഫാവുന്നതാണ്. അത് വർക്കിംഗ് ആണ്. അപ്പോൾ അത് ഓക്കെ ആണ്. നമുക്കിത് ഓഫാക്കി കൊടുക്കാം. മാറ്റി വെക്കാം. ഞാൻ പ്ലഗ് ഊരാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സർക്യൂട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു സർക്യൂട്ടും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. നമുക്കിതൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ടച്ചിങ്ങും കാര്യങ്ങളൊന്നും വരാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കവറിങ് കൊടുക്കണം. അപ്പോൾ അത് കവർ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ കുറച്ച് ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫോം ഷീറ്റ് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചിട്ട് വേണം കവർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് വേറെ ഡിസൈനൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇതിലെടുത്താണ്. നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിക്കാനായിട്ട് ഞാൻ അതുപോലത്തെ ഒരു ഫ്ലെക്സ് ക്യൂക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പം കൈമൊന്നും ആവാതൊക്കെ ശ്രദ്ധിക്കാം. ഇവിടെ വെച്ച് കൊടുക്കാം. നമുക്കിതിലൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ 2 സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ 2 ഭാഗം ഒട്ടിച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ് ഒട്ടിച്ചിടുന്നുണ്ട്. ഞാൻ അവിടെ ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു വയറ് പുറത്തേക്ക് എടുക്കാനാണ്. നമുക്ക് ഇതുകൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പീസ് വെച്ചെടുക്കാം. ഇതൊന്ന് ഒട്ടിക്കാം. അപ്പോൾ നമ്മളിതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വയറ് നമുക്കൊന്ന് ഉള്ളോട്ടാക്കി കൊടുക്കാം. നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അവിടെ ഒരു പ്ലഗ് പോയിന്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഉരതിയെടുക്കാം. പിന്നെ അതിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ ഉരതിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പോൾ എനിക്കിത് കുറച്ചുകൂടി ഭംഗിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും അത് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ. നിങ്ങൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാം, പക്ഷേ നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കുറേ ചേഞ്ച് കിട്ടണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സർക്യൂട്ട് PCB ബോർഡിൽ ചെയ്തെടുക്കാൻ നോക്കുക. പിന്നെ പ്രൊട്ടക്ഷന് വേണ്ടി ഫ്യൂസ് അതുപോലത്തെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ PCBയിൽ ചെയ്യുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ജസ്റ്റ് വയറൊക്കെ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും കാരണം വെച്ച് വയറൊക്കെ കട്ടായി പോയാൽ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ PCBയിൽ ചെയ്യാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ ഫ്യൂസൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാൻ അത് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത് ലോക്ക്ഡൗൺ ആയ കാരണം പുറത്ത് പോയി സാധനം വാങ്ങാൻ പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഇതിലധികം കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇത് എൻ്റെ അടുത്തുള്ള സാധനം വെച്ചിട്ട് ചെയ്തതാണ്. പിന്നെ നിങ്ങൾ ഇതിനായിട്ട് നല്ലൊരു കവറിങ് കൊടുക്കുക. അപ്പോൾ അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടാണെങ്കിൽ അത് നിങ്ങൾക്ക് Instagram ID മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ID ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഞാൻ ഇപ്പം പറഞ്ഞതിലും കാര്യത്തിനൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോകളാണ് നമ്മൾ ഈ ഒരു ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള പ്രൊജക്റ്റുകളാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രൊജക്റ്റുകളും വർക്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരെ